ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ലോക പ്രശസ്തമായിട്ടുള്ള കഥകൾ സിമ്പിളായിട്ട് പറയുന്ന ഒരു ചാനലാണിത്. ഇന്ന് നമ്മൾ പറയുന്നത് ഓ ഹെൻറിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ദി ഗിഫ്റ്റ് ഓഫ് മാഗി അല്ലെങ്കിൽ മാന്ത്രികരുടെ സമ്മാനം എന്നുള്ള കഥയാണ്. അപ്പം നമുക്ക് കഥയിലേക്ക് പോകാം. ഈ കഥ നടക്കുന്നത് ന്യൂയോർക്കിലാണ്. മരവിപ്പിക്കുന്ന ഒരു ശൈത്യകാല സായാഹ്നമാണ്. ഒരു ഡിസംബർ മാസത്തിലാണ്. ന്യൂയോർക്ക് നഗരത്തിലെ ഇടുങ്ങിയ വാടക അപ്പാർട്ട്മെൻറ്റിൽ ദില്ല എന്ന യുവതി ജനലിൻ്റെ ചില്ലിലൂടെ പുറത്തേക്ക് ഇട്ട് നോക്കി ആപ്പാടെ വിഷമിച്ച് നിൽക്കുകയാണ്. ആപ്പാടെ നിസ്സഹായമാണ്. എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്മസ് അടുത്ത് വരുന്നു. അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട ജിം അവളുടെ കാമുകനാണ്. അവൾക്ക് എന്നെ ക്രിസ്മസ് ആകുമ്പോൾ എന്നാണെങ്കിലും ഒരു സമ്മാനം കൊടുക്കണം. പക്ഷേ സമ്മാനം കൊടുക്കാനോ അവളുടെ ഒന്നുമില്ല. വളരെ കുറച്ച് ഡോളറേ ഉള്ളൂ. $1 $2 ഉള്ളൂ. അങ്ങനെ അവൾ ആകപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. കാരണം അത്രയ്ക്ക് അവൾക്ക് അവൻ്റെ സ്നേഹമാണ്. ജിമ്മിനോടുള്ള അവളുടെ സ്നേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കുകൾക്ക് എപ്പോഴും അതീതമാണ്. അത്രയ്ക്ക് നല്ല സ്നേഹമാണ് അവർ തമ്മിൽ. അപ്പോൾ അവളുടെ മനസ്സിലൊരു കൊടുങ്കാറ്റ് അലയടിക്കുകയാണ്. അപ്പോൾ അവർ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് ദാരിദ്ര്യത്തിൻ്റെ ദൃക്സാക്ഷിയായിരുന്നു. കാരണം പഴകിയ സോഫ, നിറം മങ്ങിയ ചുമര്, പരിമിതമായ സൗകര്യങ്ങൾ എല്ലാം അവരുടെ കഷ്ടപ്പാട് കഥ വിളിച്ചു പറഞ്ഞു. അപ്പം ദില്ലയുടെ ചിന്ത മുഴുക്ക് ജിമ്മിനെ പറ്റി തന്നെയായിരുന്നു. നാളെ ക്രിസ്മസിനെ കുറിച്ച് ഓർത്ത് അവളുടെ നെഞ്ചിൽ തീ ആളിക്കത്തി. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ഒഴിലുകയായിരുന്നു. പെട്ടെന്ന് ഒരു മിന്നൽ പോലെ ദില്ലയുടെ മനസ്സിലൊരു ആശയം ഉദിച്ചു. കണ്ണീര് തുടച്ച് അവൾ എന്തൊക്കെയോ ആലോചിച്ചുറപ്പിച്ചുള്ള പോലെ എണീറ്റു. എന്തായിരിക്കും അവൾ ആലോചിച്ചേക്കുന്നത്? നമുക്ക് നോക്കാം. വിളറിയ വെളിച്ചത്തിൽ തിളങ്ങുന്ന കണ്ണാടിയുടെ മുമ്പിൽ പോയിരുന്നു. അവളുടെ നീണ്ട അഴിച്ചിട്ട തവിട്ട് നിറമുള്ള നല്ല ഭംഗിയുള്ള മുടി നിലാ വെളിച്ചത്തിൽ നദി പോലെ ഒഴുകി. അവളുടെ സൗന്ദര്യത്തിൻ്റെ കിരീടമായിരുന്നു. അവളുടെ ഏറ്റവും വലിയ അഹങ്കാരം ആ മുടി ആയിരുന്നു. അവൾക്ക് ഒത്തിരി വർഷങ്ങളായിട്ട് വളരെ താലോലിച്ച് വളരെയധികം കെയർ ചെയ്ത് വളർത്തിയ മുടിയാണ്. അവൾക്ക് അമൂല്യമായിട്ടുള്ളൊരു നിധിയായിരുന്നു ആ മുടി. അതിനേക്കാളും കൂടുതൽ അവൾ സ്നേഹിച്ചിരുന്നത് ഒരുപക്ഷെ ജിമ്മിനെ മാത്രമേ ഉള്ളൂ. ഒരു നിമിഷം അവൾ സംശയിച്ചു. ഭയവും ആകാംക്ഷയും അവളുടെ മുഖത്ത് നീൾ വീഴ്ത്തി. എന്നിരുന്നാലും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന സ്നേഹത്തിൻ്റെ തീവ്രത അവളെ മുന്നോട്ട് നയിച്ചു. അവൾ വേഗത്തിൽ മുടി കെട്ടി പഴയ കോട്ടെടുത്തിട്ട് താഴെയുള്ള കടയിലേക്ക്, മുടി എടുക്കുന്ന കടയിലേക്ക്, അവിടെയൊക്കെ അമേരിക്കയിലൊക്കെ മുടി എടുക്കുന്ന കടകളുണ്ട്, ആ കടയിലേക്ക് അവൾ പെട്ടെന്ന് പോയി. കൊടുങ്കാറ്റ് പോലെ പോയി. അവിടെ എത്തിയിട്ട് ചോദിച്ചു, എൻ്റെ മുടി എടുക്കുമെന്ന് ചോദിച്ചു. ഈ മുടി ഞങ്ങൾ പറഞ്ഞു ഈ മുടി എടുക്കുമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ $20 കിട്ടി. ആ $20 കൊണ്ട് അവൾ ജിമ്മിൻ്റെ ഒരു പ്ലാറ്റിനം വാച്ച് ചെയിൻ വാങ്ങി. വളരെ വില കൂടിയ ഒരു വാച്ച് ചെയിൻ. അവൾ പല പ്രാവശ്യം ആ കടയിൽ പോയി കണ്ടിട്ടുണ്ട്. പക്ഷേ വാങ്ങിക്കാനായിട്ട് പൈസ ഇല്ല. അതുകൊണ്ട് അവൾ ആ ചെയിൻ വാങ്ങിച്ചു. അവൻ്റെ സ്വർണ്ണ നിറമുള്ള, അവന് ജിമ്മിനാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വർണ്ണ നിറമുള്ളൊരു വാച്ചുണ്ട്. ആ വാച്ചിന് തികച്ചും അനുയോജ്യമാണ് ഈ ചെയിൻ. ആ ചെയിൻ കിട്ടുമ്പോൾ ജിമ്മിൻ്റെ സന്തോഷം, ജിമ്മെന്ത് ഹാപ്പിയാവുമെന്ന് ഓർത്ത് അവളുടെ ഹൃദയം നിറഞ്ഞു. അതേസമയം ജിമ്മിന് ഇതേ പ്രശ്നമാണ്. ഡെല്ലയ്ക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ജിമ്മും വളരെ ആലോചിച്ചു എന്താണ് ഡെല്ലയ്ക്ക് കൊടുക്കേണ്ടതെന്ന്. ജിമ്മിൻ്റെയിലും പൈസ, രണ്ടുപേരും ദാരിദ്ര്യത്തിലുള്ള സന്തതികളാണ്. അപ്പം ജിം അവസാനം ഒരു തീരുമാനം എടുത്തു. തൻ്റെ കുടുംബത്തിന് അഭിമാനമായിട്ടുള്ള അപ്പൂപ്പൻ്റെ കാലം മുതലുള്ള സ്വർണ്ണ വാച്ച് അവനൊരു ജ്വല്ലറി കൊണ്ട് വിറ്റു. ആ പണം കൊണ്ട് ദില്ലയ്ക്ക് മനോഹരമായിട്ട് മുടി വെക്കാനുള്ള മുടിക്കോപ്പുകൾ വാങ്ങിച്ചു. തിളങ്ങുന്ന രത്നങ്ങൾ പതിച്ചിട്ടുള്ള മുടി വെക്കുന്ന ഹെയർ ബാൻഡും ഒക്കെ വളരെയധികം വില കൂടിയത് വാങ്ങിച്ചു. എന്തായാലും ഇത്രയും മനോഹരമായ സമ്മാനം കൊടുക്കാമല്ലെന്ന് ഓർത്ത് ജിം ആശ്വസിച്ചു. ക്രിസ്മസ് ദിനത്തിൽ ജിം
തണുത്തുറഞ്ഞ കാറ്റും വെളിച്ചമില്ലാത്ത തെരുവുകളും കടന്ന് വീട്ടിലേക്ക് ദില്ലെ കാണാനായിട്ട് വരികയാണ് ജിം. ദില്ലെ കാണാൻ വന്നപ്പോൾ എന്താ കണ്ടേ? ദില്ലെ കണ്ട് ജിം ഞെട്ടിപ്പോയി. ദില്ലയുടെ മുടി മുറിച്ചിരിക്കുന്നു. വളരെ മനോഹരമായിട്ട് വർഷങ്ങളായിട്ട് ദില്ല ഒരുക്കിക്കൊണ്ട് നിന്ന മുടി മുറിച്ചിരിക്കുന്നു. അവനൊരു നിമിഷത്തേക്ക് ഒരു ശില പോലെ നിശ്ചലനായിപ്പോയി. ഒരു വാക്ക് പോലും ഉരയാടാതെ അവളെ തന്നെ നോക്കി നിന്നു. നിശബ്ദത ആ മുറിയിൽ കനം കെട്ടി നിന്നു. ദില്ല വിറയ്ക്കുന്ന കൈകളോടെ അവന് സമ്മാനം കൊടുത്തു. എന്താ കൊടുത്തേക്കുന്നത്? വാച്ചിന് ചെയിൻ. അവൻ വിറയാർന്ന കൈകളോടെ അത് തുറന്ന് നോക്കി. പിന്നെ ദില്ലയുടെ കണ്ണുകളിലേക്ക് നോക്കി. അവൻ്റെ കണ്ണുകളാണെങ്കിൽ സങ്കടവും സ്നേഹവും ഒരുമിച്ചുണ്ടായിരുന്നു, അഗാധമായ സ്നേഹം. അതുപോലെ സമ്മാനപ്പൊതിയിലെ മുടിക്കോപ്പുകൾ കണ്ടപ്പോഴോ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പെട്ടെന്ന് ദില്ല ഓർക്കുന്നത് താൻ ജിമ്മിന് വാച്ച് ചെയിനാണ് വാങ്ങിച്ചത്, പക്ഷേ അവൻ്റെ കയ്യിൽ വാച്ചില്ല. അപ്പോഴാണ് ജിം തൻ്റെ സമ്മാനം ദില്ലയ്ക്ക് നൽകുന്നത്. അപ്പം ദില്ലയ്ക്കൊന്ന് മനസ്സിലായി, മുടി വെക്കാനുള്ള ആഭരണങ്ങളൊക്കെയാണ്, പക്ഷേ മുടിയില്ല. അവർ രണ്ടുപേരും പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിഞ്ഞു. അവർ പരസ്പരം മനസ്സിലാക്കി. ഒരു മണ്ടത്തിലൊക്കെ ആയിരിക്കും ചെയ്തത്, പക്ഷെ അവരുടെ സ്നേഹം എത്രത്തോളം ആഴത്തിലുള്ളതും നിസ്വാർത്ഥവുമാണെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ മാന്ത്രികരെ പോലെ തന്നെ ആയിരുന്നു. മാഗി എന്ന് പറഞ്ഞാൽ മാന്ത്രികരെ പോലെ തന്നെ ആയിരുന്നു. തങ്ങളുടെ ഹൃദയത്തിലെ ഏറ്റവും വിലപ്പെട്ട സമ്മാനങ്ങൾ, തൻ്റെ ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങൾ, ഏറ്റവും മൂല്യമുള്ള കാര്യങ്ങൾ തൻ്റെ പങ്കാളിക്ക് വേണ്ടി, തൻ്റെ കാമുകന് വേണ്ടി അല്ലെങ്കിൽ കാമുകിക്ക് വേണ്ടി അവരെ ത്യജിച്ച മാന്ത്രികർ. അങ്ങനെ നിസ്വാർത്ഥമായ അവരുടെ സ്നേഹമാണ് ഈ കഥയെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.